My dear friends, a warm welcome to all of you. LLB Wisdom Case Laws Indian Contract Act. Yes, I'm CJ talking on law GLC threshold. Today we discuss very important landmark cases related to Indian Contract Act, and the first one is Carlyle versus Carbolic Smoke Ball Company 1893. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കേസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് ലോയാണ് റിലേറ്റഡ് ടു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇത് വാട്ട് ബൈ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഓഫർ, ജനറൽ ഓഫർ കംസ്, യു ക്യാൻ റൈറ്റ് ഇറ്റ്. നമ്മുടെ പരീക്ഷ പേപ്പറിൽ എന്തായാലും എവിടെയെങ്കിലും എഴുതാനുള്ള ചാൻസസ് നമുക്ക് കിട്ടും. ജനറൽ ഓഫറുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായും. ഇത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കേസാണ്, എന്നാലും ഇത് വളരെ ശ്രദ്ധിച്ച് ഒന്നുകൂടി നോക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇത് നമുക്ക് ദർ ആർ ഓപ്പർച്യൂണിറ്റീസ് ടു റൈറ്റ് ഇൻ അവർ എക്സാമിനേഷൻ ആൻസർ പേപ്പർ. കാർബോളിക് സ്മോക്ക് ബാൾ കമ്പനി എന്ത് ചെയ്തു? അഡ്വർടൈസ് ചെയ്തു, പരസ്യം ചെയ്തു. അവരുടെ സ്മോക്ക് ബാൾ എന്ന ഉൽപ്പന്നം അവർ കമ്പനി പറയുന്നത് പോലെ ഉപയോഗിച്ചാൽ ഇൻഫ്ലുവൻസ എന്ന അസുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് നമ്മുടെ ഇന്നത്തെ കൊറോണ വൈറസിനെ പോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു അസുഖമാണ്. 1 മില്യൺ ആൾക്കാരോളം ഇംഗ്ലണ്ടിലൊക്കെ ആയിട്ട് മരിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തത്. ഇത് സ്മോക്ക് ബോൾ എന്ന് പറയുന്നൊരു ബോൾ ആണ്. അതിൽ അറ്റത്തൊരു ട്യൂബ് മൂക്കിൽ വെച്ചിട്ട് അത് എക്സ്ക്യൂസ് ചെയ്ത് അത് ശ്വസിക്കുക എന്നുള്ളതാണ്. അത് അവർ പറയുന്ന പോലെ തന്നെ ഇവിടെ ലൂയിസ് എലിസബത്ത് കാർലിൽ എന്ന് പറഞ്ഞ ലേഡി ഉപയോഗിച്ചു. പക്ഷേ ഈ അസുഖം ഇൻഫ്ലുവൻസ അവർക്ക് പിടിപെട്ടു. അപ്പോൾ ക്വൈറ്റ് നാച്ചുറലി അവർ അത് കേസിന് പോയി. കാരണം ഇൻഫ്ലുവൻസ എന്ന പകർച്ചപ്പനി ഇത് ഉപയോഗിച്ചതിന് ശേഷം പിടിപെട്ട 100 പൗണ്ട് നഷ്ടപരിഹാരമായി നൽകുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചിരുന്നു. അത് പ്രകാരം അവർ കമ്പനിയോട് അപേക്ഷിച്ചു. ബട്ട് കമ്പനി പറഞ്ഞു നോ ലീഗൽ ബൈൻഡിങ് ഓഫർ മെയ്ഡ് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല അവർ പറഞ്ഞു അഡ്വർടൈസ്മെൻറ്റ് ഡിഡിൻ ഇൻറ്റൻഡ് ടു ബി ആൻ ആക്ച്വൽ ഓഫർ എന്നുകൂടി പറഞ്ഞു. പക്ഷേ അപ്പോൾ ഇവരുടെ ഹസ്ബൻഡ് സോളിസിറ്ററാണ് കാർലിലിൻ്റെ. അദ്ദേഹം അത് കേസ് ഫയൽ ചെയ്തു. അപ്പോൾ അന്തിമവിധിയായി കോർട്ട് പറഞ്ഞു അഡ്വർടൈസ്മെൻറ്റ് വാസ് ആൻ ഓഫർ അക്സെപ്റ്റഡ് ബൈ കാർലിൽ, പെർഫോംഡ് ദ ആക്ഷൻസ്, വാലിഡ് കൺസിഡറേഷൻ വാസ് ദെയർ, എസ്റ്റാബ്ലിഷ്ഡ് ദ പ്രീസിഡൻറ്റ്. അപ്പോൾ എല്ലാ രീതിയിലും ഒരു എഗ്രിമെൻറ്റിനായിട്ടുള്ള വകുപ്പ് അവിടെ ഉണ്ട് എന്ന് കോടതി കണ്ടെത്തി. കാരണം ഒരു ജനറൽ ഓഫറായിരുന്നു. ഇറ്റ് വാസ് ആൻ ഓഫർ ടു ദ വേൾഡ് ആൻഡ് ഇറ്റ് വാസ് അക്സെപ്റ്റഡ് ബൈ കാർലിൽ ആൻഡ് ഷീ പെർഫോംഡ് ദ ആക്ഷൻസ് ആസ് ഹാസ് ബീൻ സജസ്റ്റഡ് ബൈ ദ കമ്പനി. ഷീ യൂസ്ഡ് ഇറ്റ് ത്രൈസ് ഇൻ എ ഡേ ഫോർ 2 weeks ആൻഡ് മോർ. അങ്ങനെ 1 മാസത്തോളം ഉപയോഗിച്ചപ്പോഴാണ് അവർക്ക് ഇൻഫ്ലുവൻസ പിടിപെട്ടത്. So finally the court directed the company to pay the compensation to Carlyle. ഇത് വളരെ ഒരു ലാൻഡ്മാർക്ക് കേസാണ്. ഇത് നമുക്ക് എക്സാമിനേഷന് പലയിടത്തും എഴുതാവുന്നതാണ്. നെക്സ്റ്റ് another landmark case is Mohori Bibi versus Dharmodas Ghosh 1903. ഇതൊരു മൈനറിൻ്റെ കേസുമായിട്ട് മൈനറുമായി ബന്ധപ്പെട്ട കേസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കിത് അവിടെയൊക്കെ ഈ കേസ് എഴുതാവുന്നതാണ്. Another very important case is Mohori Bibi versus Dharmodas Ghosh. This is related to a minors case. ഒരു മൈനറിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം വന്നാലും നമുക്ക് ഈ ഒരു കേസ്, മൊഹോറി ബീബിയുടെ കേസ്, നമ്മുടെ പേപ്പറിൽ ആൻസർ പേപ്പറിൽ എഴുതേണ്ടതാണ്. യു വിൽ ഗെറ്റ് മോർ മാർക്സ്. ഈ കേസിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ഇതിൽ ധർമ്മോദാസ് ഘോഷാണ് ഇതിലെ മൈനർ. ഈ മൈനർ കുറച്ച് സ്ഥലം ആ പണം തിരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ ക്വൈറ്റ് നാച്ചുറലി പണം കൊടുത്ത മണി ലെൻഡർ ബ്രഹ്മദത്ത് പണം ചോദിച്ചു. അപ്പോൾ ഈ ധർമ്മദാസിൻ്റെ അമ്മ
അതിൻ്റെ ഡീഡ് ആധാരം തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അത് ക്യാൻസൽ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും മൈനറാണെന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടും അവിടെ കേസ് ഫയൽ ചെയ്തു. അപ്പോൾ മണി ലെൻഡർ വാദിച്ചു ഇത് ഒന്നാമത് ഏജ് മിസ്റെപ്രസെൻറ്റഡാണ്, അത് തെറ്റായി പറഞ്ഞു, അതുകൊണ്ട് അതിനെ റീപേ ചെയ്യണമെന്നോ അണ്ടർ സെക്ഷൻ 64-65 ഓഫ് ICA ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം അത് തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടു. അങ്ങനെ കോടതിയുടെ മുന്നിലെത്തി കോടതി ഇത് വിധിച്ചത് നോ ലീഗൽ കപ്പാസിറ്റി ഫോർ എ മൈനർ ടു എൻ്റർ അപ്പോൺ എനി കോൺട്രാക്ട്, നോ ലീഗൽ കപ്പാസിറ്റി ആൻഡ് ഓൾസോ വോയിഡ് അബ് ഇനിഷ്യോ, നോ ലീഗൽ എക്സിസ്റ്റൻസ്. ഇങ്ങനെ പ്രധാനമായിട്ട് പല കാര്യങ്ങളും കോടതി പറഞ്ഞു. ഇത് തന്നെ അമ്മയും ഈ കുട്ടിയുടെ മൈനറിൻ്റെ അമ്മയും ആവശ്യപ്പെട്ടത് ഇത് തന്നെയാണ്. ഒരു മൈനറിൻ്റെ കേസിൽ ഇത് വോയിഡാണ്, അബ് ഇനിഷ്യോ വോയിഡാണ്, തുടക്കത്തിൽ തന്നെ അത് നിയമപരമല്ലാതാകുന്നു. അതുതന്നെയാണ് അമ്മ ആവശ്യപ്പെട്ടത്. റെസ്പോണ്ടൻ്റ് അമ്മയായിരുന്നു പ്രതിയായിട്ട് വരുന്നത്, റെസ്പോണ്ടൻ്റ് എന്ന് പറയുമ്പോൾ പ്രതിയാണ്. നോ ലീഗൽ കപ്പാസിറ്റി, വോയിഡ് അബ് ഇനിഷ്യോ, സെക്ഷൻ 115 എവിഡൻസ് ആക്ട്. ഇത് തന്നെയാണ് അവരും വാദിച്ചത്. എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയുന്ന രീതി, ദാറ്റ്സ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദിസ് കേസ്. മൈനറിൻ്റെ കേസിൽ മൈനറിന് അനുകൂലമായിട്ടാണ് എല്ലാ കാര്യങ്ങളും. മൈനറായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് തെറ്റിച്ച് പറഞ്ഞാലും പ്രശ്നമില്ല. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമുക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ നിയമം അങ്ങനെയാണ്. മൈനർ കബളിപ്പിച്ചാലും ലോ ഈസ് ഇൻ ഫേവർ ഓഫ് മൈനർ. ഓക്കെ, study well and I will come with some more case laws that is important. കേസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേസ് ലോകൾ നമ്മുടെ ആൻസർ പേപ്പറിൽ പലയിടത്തായിട്ട് ഈ പറയുന്ന കേസ് ലോകളൊക്കെ എഴുതുക, പലതവണ കേൾക്കുക, പലതവണ മനസ്സിലാക്കുക, ആ പേജ് ഓർമ്മിക്കാനുള്ള ടെക്നിക്സ് ഉപയോഗിക്കുക. അങ്ങനെ കേസ് ലോകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാരി വിതറി നമ്മുടെ ആൻസർ പേപ്പർ നിറച്ചു കഴിഞ്ഞാൽ അത് നോക്കുന്ന ആൾ അതിന് ഒരു പരിഗണന നൽകും, അത് നമ്മുടെ ആൻസർ സ്ട്രോങ് ആവും. സോ ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് മോർ മാർക്സ്. സോ ബെസ്റ്റ് വിഷസ് ടു യു. വി വിൽ സീ again in another video. Till then, thank you so much.